Greetings to you in the matchless name of our Lord and Savior Jesus Christ, who is coming soon to receive His glorious church. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവിടയാക്കിയ വലിയ കരുണയ്ക്കായി, കൃപയ്ക്കായി സ്തോത്രം. ടുഡേ we will be discussing about chapter 4 of book of Revelation. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. 4-ാം അധ്യായം, 4th chapter is very important because it is the revelation about heaven and its gloriness. Heaven and its gloriness. 4-ാം അധ്യായം പ്രതിപാദിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിൽ കാണുന്നതായ ചില ദർശനങ്ങളെക്കുറിച്ചുമാണ് 4-ാം അധ്യായം പ്രതിപാദിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ ഫസ്റ്റ് വേർഡിൽ പറയുന്നു, ആഫ്റ്റർ ദീസ് തിങ്സ് ഐ സോ ഹെവൻ ഓപ്പൺഡ്. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആദ്യം സ്വർഗം തുറന്നിരിക്കുന്ന യോഹന്നാൻ കാണുന്നു. അതിനുശേഷമായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് കാണുന്നു. അതിനുശേഷം സ്വർഗത്തിലെ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ വെച്ചിരിക്കുന്നതായി കാണുന്നു. അതിനുശേഷം ഈ 24 സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികളും 24 മൂപ്പന്മാരും വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് കാണും. അങ്ങനെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം വളരെ ചിന്തനീയമായൊരു അധ്യായമാണ്. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു, സ്വർഗത്തിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. വൺ ഡോർ ഈസ് ഓപ്പൺ ഇൻ ഹെവൻ. ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. സ്വർഗത്തിൽ ഇരിക്കുന്നവനെ കുറിച്ച് കാണുന്നു. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നു. ആ സിംഹാസനത്തിന്റെ മഹത്വം, തേജസ്, glorious stage of the judgment seat which is set in heaven. സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സിംഹാസനത്തിന്റെ ചുറ്റിലുമുള്ള മഹത്വത്തെക്കുറിച്ച് പറയുന്നതാണ് 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. 4-ാം വാക്യത്തിൽ വായിക്കുന്നു, സിംഹാസനത്തിന് ചുറ്റിൽ 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിന് ചുറ്റി ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ 7 ആത്മാക്കൾ, 7 ദീപങ്ങൾ, സിംഹാസനത്തിന് മുമ്പിൽ ഒരു കണ്ണാടിക്കടൽ, സിംഹാസനത്തിന് ചുറ്റിൽ 4 ജീവികൾ, അവയുടെ മുഖരൂപം, അവരാരൊക്കെയാണ്, ഇതൊക്കെയാണ് 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില പ്രധാന വിഷയങ്ങൾ. ഇതെല്ലാം ഒരു ദിവസത്തെ ലൈവ് കൊണ്ട് തീർക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആരംഭത്തിലെ 2 വാക്യങ്ങൾ ഞാനിന്ന് വായിക്കും. അതിൽ നിന്ന് ചില ചിന്തകൾ ഇന്ന് പകൽക്കാലം ഷെയർ ചെയ്യും. അതിനുശേഷമായി ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. 4-ാം അധ്യായത്തില് ചാപ്റ്റർ 4 വേർഡ്സ് 1 and 2. അനന്തരം സ്വർഗത്തിൽ
ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഇതാണ് ഒന്നാം വാക്യം. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഫസ്റ്റ് 2 വേഴ്സസ് ഓഫ് ബുക്ക് ഓഫ് റെവലേഷൻ, 4th ചാപ്റ്റർ, 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. പറഞ്ഞു, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. യോഹന്നാൻ പറയുന്നു, സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. ലെറ്റ് മീ റീഡ് ഇൻ ഇംഗ്ലീഷ് വേർഡ്സ്. Revelation chapter 4 verses 1 and 2. Let me read in English. After this I looked, and behold, a door was opened in heaven, and the first voice which I heard was it, were of a trumpet talking to me, which said, Come up here, I will shew thee things which must be hereafter. ഇവിടെ ഞാൻ ഓർപ്പിച്ചല്ലോ, പല കാര്യങ്ങൾ 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, സ്വർഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. 3, സ്വർഗത്തിലുള്ള സിംഹാസനത്തിന്റെ ഗ്ലോറിയസ് സ്റ്റാറ്റസ്, the glorious status of the heavenly judgment seat. 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം, ഈ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ. അതിനുശേഷം അവയിൽ 24 മൂപ്പന്മാർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് ഈ സിംഹാസനത്തിലിരിക്കുന്നു. അത് കഴിഞ്ഞ് സിംഹാസനത്തിന് ചുറ്റിൽ 4 ജീവികൾ സഞ്ചരിക്കുന്നു. ഈ ഇത്രയും കാര്യങ്ങളാണ് 4-ാം അധ്യായത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്. ഒന്ന്, സ്വർഗത്തിൽ സിംഹാസനം. സ്വർഗത്തിൽ I saw a door was opened in heaven. സ്വർഗത്തില് ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, 4th chapter is describing about open heaven and its glorious status of God's judgment seat. തുറന്നിരിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിലുള്ള സിംഹാസനം, ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന വ്യക്തിയുടെ മഹത്വകരമായ അവസ്ഥ, ആ സിംഹാസനത്തിന് ചുറ്റിലും എന്തുണ്ട്, ആ സിംഹാസനത്തിന് കീഴിൽ എന്തുണ്ട്, ആ സിംഹാസനം എന്താണ്, ഇതൊക്കെയാണ് 4-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. 4-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഇവിടെ വായിക്കുന്നു, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ഞാൻ കേട്ട ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് വാക്യത്തിൽ തന്നെ യോഹന്നാൻ has seen the vision of open heaven. തുറന്നിരിക്കുന്ന സ്വർഗത്തെ യോഹന്നാൻ കാണുന്നു. ആ തുറന്നിരിക്കുന്ന സ്വർഗത്തിൽ യോഹന്നാൻ സ്വർഗീയ ദർശനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
അവിടെ യോഹന്നാൻ കാണുന്നു കാഹളനാദത്തിനൊത്തൊരു ശബ്ദം. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ കാഹളനാദത്തിനൊരു ശബ്ദം എന്റെ പുറകിൽ കേട്ടു. ആ ശബ്ദം എന്നോട് എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ യോഹന്നാനോട് കൽപ്പിച്ചു. അത് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യ ശബ്ദം. ഈ കാഹളനാദം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈസ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ദി പീപ്പിൾ ഓഫ് ഇസ്രയേൽ. നമ്മള് സംഖ്യാപുസ്തകം വായിക്കുമ്പോ, സംഖ്യാപുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പോ മോശയോട് ദൈവം കൽപ്പിക്കുന്നു, വെള്ളി കൊണ്ട് നീ 2 കാഹളങ്ങൾ നിർമ്മിക്കാം. വെള്ളി കൊണ്ട് 2 കാഹളം നിർമ്മിക്കുക. നമ്പേഴ്സ് chapter 10 verses 1-5. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിലെ 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അതിനുശേഷമായിട്ട് ഞാൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. യഹോവ മോശയോട് അരുളി ചെയ്തെന്നാൽ, വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക. അടിപ്പ് പണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചുകൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കുവാനും ഉതകണം. അവ ഊതുമ്പോൾ സഭ മുഴുവൻ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ കൂടണം. 1 കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിന്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടണം. അടുത്തത് കേൾക്കുക. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. 2-ാം പ്രാവശ്യം ഗംഭീരധ്വനി ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ പുറപ്പെടണം. ഇങ്ങനെ അവരുടെ പുറപ്പാടുകൾ ഗംഭീരധ്വനിയോടുകൂടി ആയിരിക്കണം. അടുത്തത്, സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരധ്വനി മുഴക്കരുത്. അഹ്റോന്റെ പുത്രന്മാർ ആയ പുരോഹിതന്മാർ കാഹളം ഊതണം. അപ്പോ ഇവിടെ ദിസ് റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ ഈസ് 99% revelation is related to the people of Israel. Once more I am telling, book of Revelation is 99% from chapter 5 to chapter 18. Totally related to the people of Israel. 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ 18-ാം അധ്യായം അവസാനിക്കുന്നത് വരെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോ വെളിപ്പാട് പുസ്തകം ടോട്ടലി റിലേറ്റഡ് ടു ദി പീപ്പിൾ ഓഫ് ഇസ്രായേൽ. വെളിപ്പാട് പുസ്തകം പൂർണ്ണമായി ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു വെളിപ്പാടാണത്. കാരണം ഇസ്രായേൽ ജനത്തെ പുറപ്പിടിക്കുവാനാണ് കാഹളങ്ങൾ ഊതിക്കൊണ്ടിരുന്നത്. നമ്മളിവിടെ വായിച്ചല്ലോ, വെള്ളി കൊണ്ട് 2 കാഹളങ്ങൾ ഉണ്ടാക്കണം. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ കാഹളം ഊതണം. കാഹളങ്ങൾ ഊതുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ഗോത്രം ഗോത്രമായി പുറപ്പെടണം എന്നൊക്കെ സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിന്റെ വിവിധ അധ്യായങ്ങളിൽ, പഴയ നിയമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാഹളം ഊതുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ജനം മാർച്ച് ചെയ്ത് അവർ എരിഹോവിലെത്തി. എരിഹോവിലെത്തിയപ്പോ 6 ദിവസം എരിഹോ കോട്ടയെ അവർ ചുറ്റി നടന്നു. യോശുവ അവരോട് പറഞ്ഞു, പുരോഹിതന്മാർ യഹോവയുടെ കാഹളങ്ങൾ കരങ്ങളിലെടുക്കണം. പുരോഹിതന്മാർ 7-ാം പ്രാവശ്യം
അതിരാവിലെ അവരെഴുന്നേറ്റ് എരിഹോ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി പുരോഹിതന്മാർ കാഹളം ഊതി, ജനം കുടമുടച്ചു, ആർപ്പിട്ടു. എരിഹോ പട്ടണം അവരുടെ മുമ്പിൽ വീണു. ഇത് ഇസ്രായേലിന്റെ കാഹളങ്ങളുടെ ചില പ്രത്യേകതയാണ്. അപ്പോ വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 99% ഓഫ് ദി ബുക്ക് ഓഫ് റെവലേഷൻ ഈസ് ടോട്ടലി റിലേറ്റഡ് ടു ദി പീപ്പിൾ ഓഫ് ഇസ്രയേൽ ആൻഡ് ജൂയിഷ് ഹിസ്റ്ററി. യഹൂദ ചരിത്രത്തോടും യഹൂദ ദൈവസഭയോടും ഇസ്രായേൽ രാജ്യത്തോടും ബന്ധപ്പെട്ടതാണ് വെളിപ്പാട് പുസ്തകം 90% എഴുത്തുകൾ. അപ്പോ ഇവിടെ സംഖ്യാപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിക്കുന്നു. ഗംഭീരധ്വനി ഊതുമ്പം കിഴക്കേ പാളയങ്ങൾ പുറപ്പെടണം. 2ാം പ്രാവശ്യം ഗംഭീരധ്വനി ഊഴുമ്പോ തെക്കേ പാളയങ്ങൾ പുറപ്പെടണം. അത് കഴിഞ്ഞ് ഗംഭീരധ്വനി ഊഴുമ്പോ വടക്ക് നിന്നും കിഴക്ക് നിന്നുള്ള പാളയങ്ങൾ പുറപ്പെടണം. അപ്പോ സഭയെ വിളിച്ചു കൂട്ടുവാൻ ഒരിക്കലും ഗംഭീരധ്വനി മുഴക്കുവാൻ പാടില്ല. പ്രത്യേകം അതിന്റെ 8ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ യഹോവയുടെ കാഹളങ്ങൾ ഊതണം. അപ്പോ ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ, ഇസ്രായേലിന്റെ ന്യായദാതാവ്, ദ ലോ ഗിവർ ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രയേൽ, ആ അതിശക്തനായ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാണ് മോശ. മോസസ് ഈസ് ദ മീഡിയേറ്റർ ഓഫ് ഓൾഡ് ടെസ്റ്റമെന്റ്. ഓൾഡ് ടെസ്റ്റമെന്റിന്റെ മധ്യസ്ഥനാണ് മോശ. മോശ മുഖാന്തരമാണ് യഹൂദാജനത്തിന് ന്യായപ്രമാണം ലഭിക്കുന്നത്. ആ മോശയോടാണ് ദൈവം പറഞ്ഞത്, വെള്ളി കൊണ്ട് 2 കാഹളങ്ങൾ നീ ഉണ്ടാക്കണം. കാഹളങ്ങൾ ഊതി സഭയെ കൂട്ടി വരുത്തണം. ഗംഭീരധ്വനി മുഴക്കുമ്പോൾ പാളയങ്ങളിൽ നിന്ന് ഗോത്രങ്ങളായി പുറപ്പെടണം. അങ്ങനെ അവർ പുറപ്പെട്ടുകൊണ്ടിരുന്നു. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ യഹോവയുടെ കാഹളങ്ങൾ ഊതുവാനിടയായി തീരണം. ഞാൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരിക. സംഖ്യാപരത്തിലെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്, എങ്കിലും ഞാൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരികയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം എന്നോട് സംസാരിച്ചിരുന്നു. എവിടെയാണെന്നറിയോ? 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കാഹളനാദത്തിനൊത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കേൾക്കുന്ന ശബ്ദമാണത്. ഒന്നാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സഭകളെ കുറിച്ചുള്ള വിവരിച്ച് കഴിഞ്ഞ് 7 സഭകൾക്കും അയക്ക എന്നിങ്ങനെ കാഹളനാദത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. ശ്രദ്ധിക്കണം, യോഹന്നാൻ ആത്മവിവശതയിലായി. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി യോഹന്നാനോട് പറഞ്ഞു, നീ കാണുന്നത് 7 സഭകൾക്ക് എഴുതി 7 സഭകൾക്കും അയക്ക എന്നിങ്ങനെ കാഹളനാദത്തിനൊത്ത ഒരു മഹാശബ്ദം ഞാൻ എന്റെ പുറകിൽ കേട്ടു. അപ്പോ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ യോഹന്നാൻ ആത്മാവിൽ വിവശനായി കർത്താവിനെ ആരാധിച്ച് ദൈവദർശനം പ്രാപിച്ചു. അപ്പോഴാണ് യോഹന്നാനോട് പറഞ്ഞത്, നീ കാണുന്നത് എഫോസോസ്, സ്മർന, പെർഗമോസ്, തുയത്തരിയ, സർദീസ്, ഫിലഡൽഫിയ, ലവോഡീഷ്യ എന്ന് 7 സഭകൾക്കും എഴുതി അയക്ക എന്നിങ്ങനെ കാഹളനാദത്തിനൊത്ത ഒരു മഹാശബ്ദം, എ ഗ്രേറ്റ് സൗണ്ട് ലൈക്ക് എ ട്രംപറ്റ്, കാഹളനാദത്തിനൊത്ത
ഒരു മഹാശബ്ദം ഞാൻ കേട്ടു. 4-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നു, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ആദ്യത്തെ ശബ്ദം എന്നോട്. ശ്രദ്ധിക്കുക, 1-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 10-ാം വാക്യത്തിൽ യോഹന്നാൻ ആത്മവിവശനാകുന്നു. 11-ാം വാക്യത്തിൽ നീ കാണുന്നത് എഴുതി 7 സഭകളുടെ പേര് പറഞ്ഞു. എന്നുവെച്ച് പറഞ്ഞു, അയക്കുക എന്നിങ്ങനെ കാഹളനാദത്തിനൊത്ത ഒരു മഹാശബ്ദം എന്റെ പുറകിൽ കേട്ടു. യോഹന്നാൻ heard a sound like trumpet. അതേ ശബ്ദം 4-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നു, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദത്തിനും പോലെ എന്നോട് സംസാരിച്ച് ഞാൻ കേട്ട ശബ്ദം എന്നോട്. ശ്രദ്ധിക്കണേ, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്, ഇറ്റ് ഈസ് വെരി സിഗ്നിഫിക്കന്റ്, because the sound which John heard is like a trumpet of God. ദൈവത്തിന്റെ കാഹളം പോലൊരു ശബ്ദം യോഹന്നാൻ കേൾക്കുന്നു. ആ കാഹളനാദത്തിൽ നിന്നാണ് യോഹന്നാനോട് ദൈവപുത്രൻ അരുളി ചെയ്തത്. ഈ കാഹളനാദത്തിന്റെ ശബ്ദത്തിനകത്തു നിന്നാണ് ദൈവത്തിന്റെ പുത്രൻ, the Son of God, giving messages to 7 churches of Book of Revelation. വെളിപ്പാട് പുസ്തകത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന 7 സഭകൾക്കുള്ള ദൂതുകളിൽ ദൈവത്തിന്റെ പുത്രൻ കാഹളനാദം പോലെ യോഹന്നാൻ കേട്ട ശബ്ദത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചത്. ആ കാഹളനാദം ഇവിടെ യോഹന്നാനോട് പറയുന്നു, കം അപ്പ് ഹിയർ, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. 1 and 2 2 വാക്യങ്ങളെ ഇത് നമുക്ക് ചിന്തിപ്പാൻ കഴിയത്തുള്ളൂ. കാരണം യോഹന്നാൻ പറയുന്നു, I saw heaven opened. After this, I saw heaven opened. I heard a trumpet-like sound, and that trumpet told me to come up there. കാഹളനാദത്തിനൊത്ത ഒരു വലിയ ശബ്ദം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ യോഹന്നാൻ കേൾക്കുന്നു. ആ വലിയ ശബ്ദത്തിൽ നിന്നുകൊണ്ട് ദൈവപുത്രൻ യോഹന്നാനോട് അരുളി ചെയ്യുന്നു, ഇവിടെ കയറി വരിക. ബിക്കോസ് ഈ കാഹളനാദം ദൈവത്തിന്റെ പുത്രൻ അരുളി ചെയ്യുന്ന ചില അരുളപ്പാടുകളാണ്. കാഹളനാദം പോലുള്ള ശബ്ദം എന്തിനാണെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ കൂട്ടിവരുത്തുവാൻ മോശ നിർമ്മിച്ച 2 വെള്ളിക്കാഹളങ്ങളുണ്ട്. അതുകൂടാതെ ഒരു ഗംഭീരനാദം ഉണ്ടായിരുന്നു. വെള്ളിക്കാഹളങ്ങൾ ഊതുമ്പോ ദൈവസഭ സമാപന കൂടാരത്തിന് മുമ്പിൽ വരണം. When the silver trumpet is blown among the people of Israel, the people of Israel should have to gather before the tabernacle of God. വെള്ളിക്കാഹളങ്ങൾ ഊതപ്പെടുമ്പോൾ ഇസ്രായേൽ ജനം സമാഗമന കൂടാരത്തിന് മുമ്പിൽ വരണം. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിലെ ഭാഗമാണ് ഞാൻ പറയുന്നത്. മോസസ്, ദൈവമനുഷ്യനായ മോശ, ഇസ്രായേലിന്റെ മധ്യസ്ഥനായ മോശ, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ, പഴയ നിയമത്തിന് ന്യായപ്രമാണം നൽകിയ മോശ, മോശയോട് ദൈവം അരുളി ചെയ്യുന്നു, നീ 2 കാഹളങ്ങൾ ഉണ്ടാക്കണം. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഓഫ് സിൽവർ.
വെള്ളി കൊണ്ട് 2 കാഹളങ്ങൾ ഉണ്ടാക്കണം. When the silver trumpet is blowing among the people of Israel, they should have to gather before the tabernacle of God. നയപ്രമാണ കാലഘട്ടത്തിലെ ദേവാലയമാണ് സമാഗമന കൂടാരം. ദൈവം ഇറങ്ങി വസിച്ച ഇസ്രായേൽ ജനം മരുഭൂയാത്രക്കാലങ്ങളിൽ ദൈവം അവരുടെ ഇടയിൽ ഇറങ്ങി വസിക്കേണ്ടതിന് മോശയോട് ദൈവം കൽപ്പിച്ചിട്ട് മോശ ഉണ്ടാക്കിയ ഒരു കൂടാരമാണ് സമാഗമന കൂടാരം. The tabernacle of God, which is built by Moses the prophet, the mediator of the people of Israel. ഇസ്രായേലിന്റെ മധ്യസ്ഥനായ പ്രവാചകനായ മോശയോട് ദൈവം അരുളി ചെയ്തിട്ട് മരുഭൂയാത്ര കാലഘട്ടങ്ങളിൽ യഹോവയായ ദൈവത്തിന് അവരുടെ നടുവിൽ ഇറങ്ങി വരേണ്ടതിന് വേണ്ടി നിർമ്മിച്ച സമാഗമന കൂടാരം. ഇത് ടാബർനാക്കിൾ ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ ജനത്തിന്റെ സമാഗമന കൂടാരം. സമാഗമന കൂടാരത്തിൽ ദൈവം ഇറങ്ങി വരികയും ദൈവം അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നു, വെള്ളി കൊണ്ട് 2 കാഹളങ്ങൾ ഉണ്ടാക്കുക. കാഹളങ്ങൾ ഊതുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവനായി സമാഗമന കൂടാരത്തിന് മുമ്പിൽ വെളിപ്പെടണം. When the silver trumpet is blown, all the people of Israel should have to gather before the tabernacle of God. വെള്ളി കാഹളങ്ങൾ ഊതുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ സമാഗമന കൂടാരത്തിന് മുൻപാകെ കൂടിക്കൊണ്ടിരുന്നു. അവിടെ തന്നെ ഒരു ഭാഗം വായിക്കുന്നു, ഗംഭീരനാദം, ട്രംപറ്റ് ലൈക്ക് സൗണ്ട്. ഗംഭീരനാദം മുഴങ്ങുമ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങളായി 4 ഭാഗങ്ങളിൽ നിന്ന് യാത്ര പുറപ്പെടണം. ഇപ്പൊ ചിന്തിക്കുക, യോഹന്നാൻ വെളിപ്പാടുകൾ കാണുമ്പോൾ, യോഹന്നാൻ ആത്മാവിലായപ്പോൾ he was in the spirit. I was in the spirit on the day of the Lord. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിൽ നിറഞ്ഞപ്പോൾ യോഹന്നാൻ വെളിപ്പാടുകൾ കാണാൻ തുടങ്ങി, ദർശനങ്ങൾ കാണാൻ തുടങ്ങി. യോഹന്നാനോട് കാഹളനാദം പോലെ ഗംഭീരമായ ഒരു സ്വരം അവനോട് അരുളി ചെയ്തു, വാട്ട് എവർ യു ഹാവ് സീൻ. ഒരു 7 സഭകൾക്ക് ദൂത് പറഞ്ഞു. എഫോസോസ്, സ്മർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ ആൻഡ് ലവോദിഷ്യ. ഈ 7 സഭകൾക്കും ദൂതുകൾ എഴുതി അയക്ക എന്ന് കാഹളനാദത്തിനുള്ള ഒരു ശബ്ദം എന്റെ പുറകിൽ ഞാൻ കേട്ടു. ഈ കാഹളനാദം ഇവിടെ യോഹന്നാൻ കാണുകയാണ് 4-ാം അധ്യായത്തിൽ. 4-ാം അധ്യായം, when we study chapter 4 of the book of Revelation, we see that John has seen, after these things, have seen the heaven opened. The door of the heaven opened. സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് യോഹന്നാൻ പറയുന്നു, കാഹളനാദം പോലെ എന്നോട് മുമ്പ് സംസാരിച്ച ആ ശബ്ദം എന്നോട്, കാഹളനാദം പോലെ എന്നോട് മുമ്പ് സംസാരിച്ച ആ ശബ്ദം എന്നോട്, കം അപ്പ് ഹിയർ, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത്
ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പോ സ്വർഗം, heaven is open before John, Apostle John. യോഹന്നാൻ കാണുന്നത് സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. അത് സ്വർഗത്തിലുള്ള കാര്യങ്ങളാണ് 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിട്ടുണ്ട്. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ രൂപം എഴുതിയിട്ടുണ്ട്. സിംഹാസനത്തിന് ചുറ്റില് 24 സിംഹാസനങ്ങളുണ്ട്. ആ 24 സിംഹാസനത്തിന് ചുറ്റിൽ 4 ജീവികളുണ്ട്. ആ 4 ജീവികൾ എന്താണെന്നും 24 സിംഹാസനം എന്താണെന്നും സിംഹാസനത്തിന്റെ രൂപവിവരങ്ങൾ എന്താണെന്നും എല്ലാം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ 4-ാം അധ്യായത്തിലെ എല്ലാ വിഷയങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് we will be thinking. Each and every word will be thinking, discussing in detail, because this chapter is the opening chapter for the book of Revelation. It is elaborately speaking to the people of Israel. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വിശദമായി സംസാരിക്കുന്ന വെളിപ്പാടുകളുടെ ഓപ്പണിംഗ് ചാപ്റ്ററാണ് ചാപ്റ്റർ 4. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ബിഫോർ ജോൺ there is a door opened in heaven. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന യോഹന്നാൻ കണ്ടു. യോഹന്നാൻ സ്വർഗം തുറന്നിരിക്കുന്ന കണ്ടു. എന്നിട്ട് സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ രൂപവിവരം, ദി ഗ്ലോറിയസ് സ്റ്റാറ്റസ് ഓഫ് whom is seated on the throne in heaven. സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മഹത്വീകരണമായ തേജസ്വീകരണമായ രൂപവിവരണങ്ങൾ ശ്രദ്ധിക്കണം. സ്വർഗം തുറന്നിരിക്കുന്ന യോഹന്നാൻ കാണുന്നു. എന്നിട്ട് സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് കാണുന്നു. ആ സിംഹാസനത്തിൽ there is a person sitting in that throne in heaven and showing the glorious status of the person who is in the throne of God. സ്വർഗത്തിലെ തുറന്നിരിക്കുന്ന സിംഹാസനത്തിൽ ഇരുന്നിരിക്കുന്നവനായ ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവിനെയും ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ തേജസ്വരണീയമായ രൂപത്തെയും കുറിച്ചാണ് 4-ാം അധ്യായം ചിന്തിക്കുന്നത്. അല്പമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെളിപ്പാട് പുസ്തകമായതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് we have to think it out. Otherwise, my hearers, my viewers, you will not get anything at all. That's why I'm detailedly telling. ഗംഭീരധ്വനി മുഴക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ പാളയങ്ങളായി പുറപ്പെടുന്നു, യാത്ര പുറപ്പെടുന്നു. അഹറോന്റെ പുത്രന്മാർ കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കണം. 2, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനി മുഴക്കണം. ഗംഭീരധ്വനി എപ്പോ മുഴക്കണം എന്നുകൂടെ സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഗംഭീരധ്വനി മുഴക്കണം. They are going for attacking the people. When they go for war with the Gentiles, they have to blow a great trumpet. ഒരു വലിയ ഗംഭീരനാദം മുഴക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ജനം യുദ്ധത്തിന് സാധാരണ പുറപ്പെടാറുള്ളത്. അപ്പോ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഗംഭീരധ്വനി മുഴക്കുന്നു. 1-ാം കാഹളം ഊതുമ്പോൾ, സാധാരണ വെള്ളിക്കാഹളം ഊതുമ്പോൾ ഇസ്രായേൽ ജനം സമാഗമന കൂടാരത്തിന് ചുറ്റും കൂടി വരുന്നു. To
two trumpets, which is made of silver. വെള്ളി കൊണ്ടുണ്ടാക്കിയ രണ്ട് കാഹളങ്ങൾ. ആ വെള്ളിക്കാഹളങ്ങൾ ഊതുമ്പോൾ, when the people of Israel, the sons of Aaron, the high priest of Israel, they blew the silver trumpet. The people of Israel should have to gather before the tabernacle of God. വെള്ളിക്കാഹളങ്ങൾ ഊതപ്പെടുമ്പോൾ ഇസ്രായേൽ ജനം ഏത് പാളയങ്ങളിലാണെങ്കിലും അവർക്കെല്ലാവരും സമാഗമന കൂടാരത്തിന് മുമ്പിൽ ഓടിക്കൂടണമെന്നുള്ളതാണ് നിയമം. സഭയെ കൂട്ടിവരുത്തുവാനായി വെള്ളിക്കാഹളങ്ങൾ ഊതുന്നതായി മോശയുടെ ന്യായപ്രമാണ പുസ്തകമായ പഞ്ചഗ്രന്ഥങ്ങളിൽ, ഇത് പെന്ററ്റുക്ക്, the third book of the Pentateuch, chapter 10 verse 1 to 8. When we read Numbers chapter 10 verses 1 to 8, the third book of the Moses, the Pentateuch, പഞ്ചഗ്രന്ഥങ്ങളിൽ മൂന്നാമത്തെ പുസ്തകമായിരിക്കുന്ന സംഖ്യാപുസ്തകം, നാലാമത്തെ പുസ്തകമായിരിക്കുന്ന സംഖ്യാപുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നാലാമത്തെ പുസ്തകമായ സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് മോശയോട് ദൈവം കൽപ്പിച്ചത് വെള്ളി കൊണ്ട് 2 കാഹളങ്ങൾ ഉണ്ടാക്കാൻ. ആ വെള്ളിക്കാഹളങ്ങൾ ഊതുമ്പോൾ all the people of Israel must have to gather before the tabernacle of God. ഈ വെള്ളിക്കാഹളങ്ങൾ ഊതുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവനായും സമാഗമന കൂടാരത്തിന് മുമ്പിൽ കൂടി വരണം. ആ അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരനാദം മുഴക്കണം, വെള്ളിക്കാഹളങ്ങൾ ഊതാൻ പാടില്ല. പാളയത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൂട്ടിവരുത്തുവാൻ ഗംഭീരനാദം മുഴക്കുവാനും 8-ാം അധ്യായം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഗംഭീരനാദങ്ങൾ, the great trumpet, and the Lord shall come with a great trumpet. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ യോഹന്നാൻ കാണുന്നത്, John is seeing a revelation. In that revelation, heaven is opened before John. സ്വർഗം തുറന്നിരിക്കുന്ന യോഹന്നാൻ കണ്ടു. ആ തുറന്നിരിക്കുന്ന സ്വർഗത്തിന് മുമ്പിൽ യോഹന്നാൻ നിൽക്കുമ്പോൾ he heard a sound. അത് യോഹന്നാൻ പറയുന്നു, കാഹളനാദത്തിനൊത്ത് എന്നോട് നേരത്തെ സംസാരിച്ച ശബ്ദം എന്ന് പറഞ്ഞ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, 7 സഭകൾക്ക് ദൂതെഴുതി അയക്ക എന്ന കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം എന്റെ പുറകിൽ ഞാൻ കേട്ടു. I heard a great trumpet, sound of a great trumpet behind me. എന്റെ പുറകിൽ ഞാൻ കേട്ട കാഹളനാദത്തിനൊത്ത ശബ്ദം. ഇവിടെ 4-ാം അധ്യായത്തിൽ എങ്ങനെയാ വായിച്ചത്? കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ആദ്യത്തെ ശബ്ദം എന്നോട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. When John having revelations, and he was in the island of Patmos on the day of the Lord,
He was in the spirit. I was in the spirit. ഞാൻ ആത്മാവിലായി, ആത്മവിവശനായി എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ആത്മപൂർണനായപ്പോ God himself talking to John the Apostle. ഒന്നാം അധ്യായത്തിൽ നമ്മൾ ആ ഭാഗം ചിന്തിച്ചതാണ്. ഇവിടെ നാലാം അധ്യായത്തിൽ പറയുന്നത് I saw heaven opened, സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. There is a door opened before heaven. സ്വർഗത്തിന് മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു എന്നു പറയുന്നു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം ഒന്നാം അധ്യായത്തിൽ ഞാൻ സൂചിപ്പിച്ചു. നീ കാണുന്നത് എഫേസോസ്, സ്മിർന, പെർഗമോസ്, തുയത്തരിയ, സർദീസ്, ഫിലഡൽഫിയ ആൻഡ് ലവോഡീഷ്യ എന്നീ സഭകൾക്ക് എഴുതി അയക്കാം എന്നിങ്ങനെ കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം എന്നോട് കൽപ്പിച്ചു. ഇതാണ് ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗത്ത് യോഹന്നാൻ കേട്ട ആ കാഹളനാദം it is repeating before John the Apostle and showing him what is going to happening in the future age. അപ്പോ കാഹളനാദം പോലെ എന്നോട് ആദ്യം സംസാരിച്ച ആ മഹാശബ്ദം, the great sound, great trumpet-like sound which John heard in the beginning, that trumpet-like sound is speaking again to John and telling him, come up here. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാൻ പോകുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇവിടെ കയറി വരിക, ഇനി സംഭവിക്കാൻ പോകുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അത് ഞാൻ ലെറ്റ് മീ റീഡ് ഇൻ ഇംഗ്ലീഷ് ദാറ്റ് വേർഡ്സ്. After this I looked, and behold, a door was opened in heaven, and the first voice which I heard was it, whereof a trumpet talking with me, which said, come up hither, and I will shew thee things which must be hereafter. അപ്പോ യോഹന്നാനോട് വെളിപ്പാട് തുടങ്ങുമ്പോ, വെളിപ്പാട് യോഹന്നാൻ കാണുന്നതിന്റെ ആരംഭത്തിൽ യോഹന്നാനോട് ദൈവപുത്രൻ സംസാരിച്ചത് കാഹളനാദം പോലെ ഒരു ശബ്ദത്തിൽ നിന്നാണ്. കാഹളനാദം പോലെ ഒരു മഹാശബ്ദം എന്റെ പുറകിൽ ഞാൻ കേട്ടു എന്നാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്, എഴുതിയിരിക്കുന്നത്. അതേ ശബ്ദം, the sound which I heard before like a great trumpet, മഹാകാഹളനാദം പോലെ ഗംഭീരമായ ഒരു ശബ്ദം. That sound is talking to John the Apostle. എന്താണ് പറയുന്നത്? Come up here, come up here. I will show you what is going to happen hereafter. ഇനി സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിനക്ക് അരുളപ്പാട് പറയാം. ഓക്കെ, അപ്പോ ഒരു കാര്യം ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. John, Apostle John, as the member
of the Church of Christ, or as the representative of the bride of Jesus Christ, he is calling to heaven. യോഹന്നാൻ അപ്പോസ്തലൻ ദൈവസഭയുടെ പ്രതിനിധി എന്ന നിലയിൽ, അല്പം കൂടെ പറഞ്ഞാൽ യേശു കർത്താവിന്റെ മണവാട്ടി സഭയുടെ ആരംഭത്തിലെ അംഗമെന്ന നിലയിൽ കാഹളനാദത്തിനൊത്ത ശബ്ദം യോഹന്നാനോട് പറയുന്നു, ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞാൽ, ഈ ഇവിടെ കയറി വരിക എന്ന് പറയുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ കടന്നു പോകുന്നു. ഒരിക്കൽ കൂടെ പറയാം, ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോട് കാഹളനാദത്തിനൊത്ത ശബ്ദം അരുളിച്ചെയ്യുമ്പോൾ യോഹന്നാൻ മണവാട്ടി സഭയുടെ പ്രതിനിധി എന്ന നിലയിൽ യേശു കർത്താവിന്റെ മണവാട്ടി സഭയുടെ ഒന്നാമത്തെ പ്രതിനിധി എന്ന നിലയിൽ യോഹന്നാനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ആ സമയത്ത് യേശു മശിഹായുടെ മണവാട്ടി സഭ കർത്താവായ യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഒരു വലിയ സബ്ജക്റ്റാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് സബ്ജക്ട്. യു ഹാവ് ടു ഡിസ്കസ് ഇറ്റ് വെരി ഡീറ്റെയിൽലി. അതിന് തെളിവ് ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 4:13-16. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇതിനൊരു തെളിവാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആമേൻ. When John was called to heaven, യോഹന്നാനെ ഇവിടെ കയറി വരിക എന്ന് ആഹ്വാനം ചെയ്യുന്ന സമയത്ത്, ആഹ്വാനം നടന്നിട്ടില്ല ഇതുവരെ. ഇറ്റ് ഈസ് എ ഫ്യൂച്ചറൽ ആക്സെപ്റ്റ്. ഇറ്റ് ഈസ് എ ഫ്യൂച്ചറൽ ആക്സെപ്റ്റ്. Each prophecy having futural meaning, present meaning and literal meaning. ഏത് പ്രവചനത്തിനും 3 മീനിങ് ആണുള്ളത്. ഒന്ന് ലിറ്ററൽ മീനിങ്, 2 സ്പിരിച്വൽ മീനിങ്, 3 ഫ്യൂച്ചറൽ മീനിങ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈച്ച് prophecy is having 3 fulfillments. First one, literally that prophecy will be fulfilling. Secondly, spiritually that prophecy will be fulfilling. Thirdly, futurely that prophecy will be fulfilling. I shall point out something. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പ്രവചനം, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന പ്രവചനം. യെശയ്യാവ് was lived in the 7th and 8th century BC 8th century he was living. He was prophesying to the people of Israel that the virgin will be getting conceived and she shall give a son. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. Literally, that prophecy has been fulfilled when Mary, the mother of God, got conceived by the Holy Spirit. That prophecy was given before 800 years.
740 or something of BC 740 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാ പറഞ്ഞ പ്രവചനം, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെയുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം എന്നുള്ള പ്രവചനം ലിറ്ററലി നിറവേറുന്നത് when Gabriel, the angel of God, coming to Mary and giving the oracle before her. അവളോട് വന്നിട്ട് പറയുന്നു, കന്യക നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെയുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. അപ്പോ ആണ് that prophecy fulfilled literally. Means each prophecy having 3 fulfillments. There will be literal fulfillment, then spiritual fulfillment and futural fulfillment. അതുകൊണ്ടാണ് യോഹന്നാനോട് കർത്താവോട് പറഞ്ഞത്. യോഹന്നാനോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്ന യോഹന്നാൻ കാണുന്നു. അപ്പോ യോഹന്നാനോട് കാഹളനാദത്തിനുള്ള ഒത്ത ശബ്ദം യോഹന്നാനോട് സംസാരിക്കുന്നു. ആ ശബ്ദത്തിൽ നിന്ന് യോഹന്നാനോട് പറയുന്നു, ഇവിടെ കയറി വരിക. ദിസ് വേർഡ് വിൽ ബി ഫുൾഫില്ലിംഗ് when the trumpet of the Lord shall sound and church shall be called into heaven. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. യോഹന്നാനോട് ഇവിടെ കയറി വരുവാൻ പറയുന്ന പ്രവചനം നിറവേറണമെങ്കിൽ കർത്താവ് തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ ആകാശമേഘങ്ങളിൽ വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ യോഹന്നാനും ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായ നാം വിശുദ്ധന്മാർ കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ പ്രവചനം നിറവേറലുണ്ടാകും. ലിറ്ററലി, spiritually, this prophecy will be fulfilling. Literally, spiritually, this prophecy will be fulfilling when the trumpet of the Lord shall sound, and those who are dead in Christ shall be raised first, and those who are alive will be caught up with our Lord Jesus Christ in the heaven. When the rapture will be happening, this prophecy will be spiritually fulfilling. Spiritual fulfillment of the word of book of Revelation chapter 4 verse 1. ഇവിടെ കയറി വരിക. അപ്പോ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോട് അരുളി ചെയ്യുന്ന ആ പ്രോഫസി ഫുൾഫിൽമെന്റ് ആകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭ ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭ, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ജോൺ ദി അപ്പോസ്റ്റൽ and all the apostles of the New Testament, and there are thousands of saints who have been died in Christ. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ, they will be rising first. Then those who are alive will be caught up into heaven. ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. അല്പം കൂടെ പറഞ്ഞാൽ
യേശുമിശിഹായുടെ വിലയേറിയ രക്തത്താൽ, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട കർത്താവായ യേശുവിന്റെ മണവാട്ടി സഭ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയും. 4 അധ്യായം 1 വാക്യത്തിൽ ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോടുള്ള വാക്യത്തിന്റെ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് നടക്കും. അത് നടന്നു കഴിഞ്ഞാൽ ഫ്രം ദി നെക്സ്റ്റ് ഡേ ഈ ഭൂമിയിൽ ഫോർ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ their 70th week will be starting. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാനൊന്നുകൂടെ പറയാം. ദൈവസഭ വെളിപ്പാട് 4-ന്റെ 1 വാക്യത്തിൽ ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോട് അരുളി ചെയ്യുന്ന ഭാഗം, അതിന്റെ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് നടന്നു കഴിയുമ്പോ അതിന്റെ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ്, ദാറ്റ് മീൻസ് the future fulfillment of the prophetical word. Future fulfillment of the prophetical word of Revelation chapter 4 verse 1. ഇവിടെ കയറി വരിക. Come up here. ഇവിടെ കയറി വരിക. ആ വാക്കിന്റെ ഫ്യൂച്ചർ ഫുൾഫിൽമെന്റ് and spiritual fulfillment will be happening when the Lord Jesus Christ will come down with a great sound, great trumpet of God. But the trumpet of the Lord shall sound. കാഹളനാദം മുഴങ്ങുമ്പോൾ, ഗംഭീരനാദം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അന്ന് യോഹന്നാനോട് ഈ പറഞ്ഞ പ്രവചനവാക്കുകൾ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് ഓഫ് ദിസ് പ്രോഫസി വിൽ ബി ഫുൾഫില്ലിംഗ്. ആ സമയത്തോടുകൂടെ ഈ ഭൂമിയിൽ യേശു കർത്താവിന്റെ മണവാട്ടി സഭ, കർത്താവിനെ എതിരേൽപ്പാൻ കാത്തു നിൽക്കുന്ന മണവാട്ടി സഭ, യേശു കർത്താവിന്റെ വിശുദ്ധ സഭ, വിശുദ്ധന്മാർ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് യോഹന്നാനോട് പറയുന്നു, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. തിങ്സ് വിച്ച് ആർ ഗോയിങ് ടു ഹാപ്പൻ ഹിയർ ആഫ്റ്റർ. തിങ്സ് വിച്ച് ആർ ഗോയിങ് ടു ഹാപ്പൻ ഹിയർ ആഫ്റ്റർ. ഇതിനു ശേഷം സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്താ ഇതിനു ശേഷം സംഭവിക്കാനുള്ളത്? സ്വർഗം തുറന്നതിന്, സ്വർഗത്തെക്കുറിച്ചുള്ള വലിയൊരു വെളിപ്പാടാണ്. 1-2 വാക്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കാഹളനാദത്തിലുള്ള ശബ്ദം യോഹന്നാനോട് പറയുന്നു, ഇവിടെ കയറി വാ. ആ സമയത്ത് that prophecy literally, futurely, spiritually, that word will be fulfilling when the trumpet of the Lord shall sound and the dead in Christ shall rise up and those who are alive will be caught up with Lord Jesus Christ and we will be reaching into heaven. Of 1 Thessalonians chapter 4, 13-16. ആ സമയത്ത് ദൈവസഭ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെട്ടു. വിത്ത് ജോൺ ദി അപ്പോസ്റ്റൽ, ദി ഫസ്റ്റ് മെമ്പർ ഓഫ് ദി ചർച്ച് ഓഫ് ഗോഡ്. ദൈവസഭയുടെ 1ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട മെമ്പർ ജോൺ ദി അപ്പോസ്റ്റൽ. ആൻഡ് ദി അപ്പോസ്റ്റൽസ് ഓഫ് ദി ന്യൂ ടെസ്റ്റമെന്റ്, the 12 apostles of the New Testament. Most of them died as martyrs of Christ. ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച അപ്പോസ്തലന്മാർ, they are the first member of the Church of God. ദൈവസഭയുടെ ആരംഭത്തിലെ മെമ്പറാണ്. John as the first member of the Church of God
once more, John as the first representative of the Church of God, those who are dead in Christ, ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോ കം അപ്പ് ഹിയർ, ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോട് പറയുന്ന സമയത്ത് ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രം ചാപ്റ്റർ 5 to 18, the last word of 18, 18-ാം അധ്യായത്തിന്റെ അവസാനം വരെയുള്ള കാലഘട്ടം, അതാണ് the great tribulation period of the people of Israel. അല്പം കൂടെ പറഞ്ഞാൽ ഈ 4-ാം അധ്യായം കഴിഞ്ഞിട്ട് 5-ാം അധ്യായത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ there will be a study of the 70 weeks of Daniel. ദാനിയേലിന്റെ 70 ആഴ്ചകളെ കുറിച്ച് ഒരു സ്റ്റഡി properly I will be giving. കാരണം after the end of the 4th chapter, the 70th week is starting. There is a 70 weeks of study in the book of Daniel. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഒരു 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? The 70 weeks of Daniel. ആ 70 weeksന്റെ last week is called the 70th week of Daniel. That is also called as the tribulation period of the people of Israel. It is also called as the troublesome days of Jacob. ഇതെല്ലാം ഒന്ന് വിവരിച്ച് 4-ാം അധ്യായം കഴിഞ്ഞതിന് ശേഷമായി 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ നമുക്ക് 70-ാം ആഴ്ചവട്ടത്തെ കുറിച്ച് ഒരു 5-6 ക്ലാസുകൾ മിനിമം വേണ്ടി വരും അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസുകൾ എടുക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് ഈ ഭാഗത്ത് I am going to close these 2 verses of chapter 4. Once more I am reading and a little explanation will be given to words 4. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇറ്റ് ഈസ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. കാഹളനാദം പോലെ ആദ്യം എന്നോട് സംസാരിച്ച ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. This word will be literally fulfilling when the trumpet of the Lord shall sound, and those who are dead in Christ will be raised first, and those who are alive will be caught up in heaven. അപ്പോ ഈ വാക്യം ലിറ്ററലായും സ്പിരിച്വലായും ഫ്യൂച്ചർലി ഇറ്റ് ഈസ് ഫുൾഫില്ലിംഗ്. അങ്ങനെ കർത്താവിന്റെ സഭ ആകാശമേഘങ്ങളിൽ യോഹന്നാനോട് കൂടെ എടുക്കപ്പെടുന്നു. ബിക്കോസ് ജോൺ ആസ് ദി ഫസ്റ്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ചർച്ച് ഓഫ് ഗോഡ്, ദൈവസഭയുടെ ഒന്നാമത്തെ പ്രതിനിധിയാണ് യോഹന്നാൻ അപ്പോസ്തലൻ. യോഹന്നാനോട് ചേർന്ന് ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരോടുകൂടെ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ ഇവിടെ കയറി വരികയെന്ന് പറഞ്ഞ ശബ്ദത്തോടുകൂടെ ആകാശങ്ങളിൽ എടുക്കപ്പെടുകയും അതോടുകൂടെ സഭായുഗം ഇവിടെ അവസാനിക്കുകയും ചെയ്യും.
ഒന്നുകൂടെ പറഞ്ഞാൽ, ദിസ് പീരീഡ് ഈസ് കോൾഡ് ദ പീരീഡ് ഓഫ് ഗ്രേസ് ഓർ ദ ചർച്ച് പീരീഡ്. വൺ മോർ നെയിം ഈസ് ഗിവിംഗ് by the theologians in the period of the work of the Holy Spirit. ദൈവസഭയുടെ കാലഘട്ടം, കൃപായുഗം, കൃപയുടെ ആത്മാവിന്റെ പ്രവർത്തന കാലഘട്ടം എന്നൊക്കെ തിയോളജിയന്മാർ ഈ ഭാഗത്തെ വിളിക്കുന്നുണ്ട്. ആകയാൽ today I am going to conclude my words by telling that യോഹന്നാനോട് പറയുന്നു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. Come up here, I will show you what is going to happen after these things. ഇതിനു ശേഷം സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പം ദൈവസഭ ആകാശമെങ്കിൽ എടുക്കപ്പെടുകയും അതിനുശേഷം സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ് ചാപ്റ്റർ 5 to 18 ലാസ്റ്റ് വേർഡ്സ്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം എന്ന് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദത്തോടുകൂടെ കർത്താവായ യേശുമിശിഹായുടെ സഭ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്നു. പിന്നീട് ദൈവസഭ 7 വർഷക്കാലം കർത്താവിനോടുകൂടെ ആകാശമേഘങ്ങളിൽ ആയിരിക്കും. ആ 7 വർഷക്കാലം ഈ ഭൂമിയിൽ ആസ് ജെറുസലേം ആസ് ദ ക്യാപിറ്റൽ ഓഫ് ദിസ് വേൾഡ്, people of Israel will be undergoing a period of great tribulation. Great tribulation of 7 years. ആ 7 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ആകാശ മേഘങ്ങളിൽ കർത്താവിനോടുകൂടെ ആയിരിക്കും. അതിനായി ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. കാഹളനാദം മുഴങ്ങുമ്പോൾ, ഗംഭീരനാദം മുഴങ്ങുമ്പോൾ, ദൈവസഭ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോൾ കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുക്കത്തോടുകൂടിയായിരിക്കാം. അതിനായി ഇന്ന് രാത്രികാലം ദൈവം എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് വിരാമമിടുന്നു. ദിസ് ഈസ് പാസ്റ്റർ സണ്ണി കെ തോമസ് ഫ്രം ചെങ്ങന്നൂർ signing off. Let Almighty God give you all the blessings. This will be uploaded into YouTube also. Those who are interested to watch in YouTube, you can watch in YouTube. Please subscribe my channel. Let Almighty God give you blessing. Amen. Amen. Amen.